ഗുഡ് മോർണിംഗ്. മോർണിംഗ് സർ. ഓക്കെ, അപ്പം കരിയർ മാസ്റ്ററി എന്ന് പറയുന്ന പ്രോഗ്രാമിൽ തന്നെ, ആ പ്രോഗ്രാമിന്റെ പേരിൽ തന്നെ ഉണ്ട് കരിയർ ഗൈഡൻസ് മാസ്റ്ററി ചെയ്യുക, നമ്മൾ മാസ്റ്റർ ആവുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ട്രെയിനിങ്ങിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മുടെ കരിയർ കൗൺസിലേഴ്സ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു സ്റ്റക്കാണ് എങ്ങനെ കൃത്യമായി കൗൺസിലിംഗ് ചെയ്യണം. അല്ലെങ്കിൽ ഒരു കുട്ടി വന്ന, ഒരു വിദ്യാർത്ഥി ആവട്ടെ, ഒരു ഉദ്യോഗാർത്ഥി ആവട്ടെ, നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ എങ്ങനെ കൃത്യമായിട്ട് അല്ലെങ്കിൽ എങ്ങനെ പ്രൊഫഷണലി കൗൺസിലിംഗ് ചെയ്യണമെന്ന് ഇന്ന് നമ്മൾ പ്രാക്ടിക്കലി പഠിക്കാൻ പോവുകയാണ്. എല്ലാം റെഡി അല്ലേ? ഓക്കെ, അപ്പം ഇനി ഇവിടെ നിന്ന് പോകുന്ന ഒരു വ്യക്തിക്കും കൗൺസിലിംഗ് ചെയ്യാൻ അറിയില്ല അല്ലെങ്കിൽ ഇന്റർപ്രറ്റ് ചെയ്യാൻ അറിയില്ല എന്നൊരിക്കലും നിങ്ങൾ പറയാൻ പാടില്ല. കാരണം നമ്മുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത്, ഒരു കൗൺസിലറുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി കൗൺസിലിംഗ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ്. ഈ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ പ്രൊഡക്റ്റിനെ മാർക്കറ്റിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. ഡെഫിനറ്റ്ലി എത്തിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങളുടെ സ്റ്റക്ക് നിൽക്കുന്നത്, എത്തിച്ചു കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന പ്രോബ്ലം ഞാൻ കൗൺസിലിംഗ് ചെയ്യണം. ഈ കൗൺസിലിംഗിന് നമ്മുടെ അടുത്തേക്ക് ആൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ അറിയില്ല. അപ്പൊ ആ ബ്ലോക്ക് ആദ്യം മാറ്റിക്കഴിഞ്ഞാലാണ് നമ്മളുടെ ഈ ഒരു സൊല്യൂഷനിലേക്ക് നമ്മൾ എത്തുള്ളൂ. അപ്പൊ നിങ്ങൾ എല്ലാവരെയും ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ കരിയർ കൗൺസിലിംഗിൽ മാസ്റ്റർ ആക്കുന്നു, കൗൺസിലിംഗ് ചെയ്യാൻ മാസ്റ്റർ ആക്കുന്നു എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റേജിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും കൺഫ്യൂഷൻസ് ഉണ്ട്. നമുക്ക് എന്തുകൊണ്ട്, എങ്ങനെ ഒരു എൻക്വയറി നമ്മുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവരോട് നമ്മൾ എന്തെങ്കിലും സംസാരിച്ചത് കൊണ്ട് അവർ ക്ലോസ് ആവണമെന്നില്ല. ആദ്യം കൗൺസിലിംഗ് പഠിക്കണം, അത് കഴിഞ്ഞ് ഒരു എൻക്വയറി വന്നു കഴിഞ്ഞാൽ എങ്ങനെ ക്ലോസ് ആക്കണം, അതിന് എന്തൊക്കെ പ്രൊജക്ട്സുകളുണ്ട്, എന്തൊക്കെ നമ്മളുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ നമ്മൾ ഫ്രാഞ്ചൈസി എടുത്തിട്ടുള്ള ആളുകൾ, നമ്മളുടെ പാർട്ട്നേഴ്സ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് പ്രൊഫഷണൽ പ്രൊഫൈൽ എല്ലാം സെറ്റപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് എല്ലാം സെറ്റപ്പ് ചെയ്തതിനു ശേഷം നമ്മൾ പ്രൊജക്ട് വൈസ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. പ്രൊജക്ട് വൈസ് എന്ന് പറയുന്നത് മാർക്കറ്റിലേക്ക് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ 1 by 1 ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അതിനുശേഷം നമ്മൾ എൻഡിങ്ങിലേക്ക് അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളെ കരിയർ ഗൈഡൻസിന്റെ പ്രോഗ്രാംസ് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ദിശ അറിയാതെ പോകരുത് എന്ന് പറയുന്ന പ്രോഗ്രാം എങ്ങനെ ചെയ്യണം, സ്കൂൾ കോളേജ് ടൈപ്പ് എങ്ങനെ മനോഹരമായിട്ട് ചെയ്യാം, അല്ലെ, അതൊക്കെ നമുക്ക് അറിയേണ്ട കാര്യങ്ങളാണ്. സ്കൂളിലേക്ക് പോയിട്ട് എങ്ങനെ ടൈപ്പ് ചെയ്യണം, എന്തൊക്കെയാണ് നമ്മുടെ പ്രൊഡക്റ്റ്, മെയിൻലി എന്തൊക്കെ പ്രൊഡക്റ്റ് നമുക്ക് കരിയർ ഗൈഡൻസ് ഡിപ്പാർട്ട്മെന്റ് അണ്ടറിലുണ്ട്, ഇതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കാനും, അത് പ്രൊഡക്റ്റ് അറിഞ്ഞാലാണല്ലോ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഡെഫിനറ്റ്ലി ആ പ്രൊഡക്റ്റിനെ കുറിച്ചും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്ത് ഫൈനലൈസ് ചെയ്യും. അപ്പൊ ഇത്രയും കാര്യങ്ങളോടുകൂടി നമ്മൾ ഇതിനെ ഫൈനലി ആക്ടിവിറ്റീസോട് കൂടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഡെഫിനറ്റ്ലി എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. നിങ്ങൾ ഒരുപാട് വളരെ വാല്യുബിൾ ആയിട്ട് നിങ്ങൾ ഒരുപാട് ലോങ്ങിൽ നിന്നും അതേപോലെ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് ഈ പ്രൊജക്ടിന്റെ ഭാഗമായതിനു ശേഷവും ഒരുപാട് തീവ്രമായി നമ്മുടെ പാർട്ടായിട്ട് നിൽക്കുന്ന, നിങ്ങൾ സീരിയസ് ആയിട്ട് ഇതെല്ലാം ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ഇവിടെ വന്നതിൽ എല്ലാവർക്കും എന്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. അപ്പോ നമുക്ക് സെക്ഷനിലേക്ക് കിടക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.